ചീഫ് ഗസ്റ്റ് സുരേഷ് സാർ, ചീഫ് ഗസ്റ്റുകളായ അനീഷ് സാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടിയ മാഡം, സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് സാർ, ബാഡ് ബോർഡ് മെമ്പേഴ്സ് സലോമോ സർ, യേശുദാസ് സാർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജൻ സാർ, PTA പ്രസിഡന്റ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട ഫാദർ സുരേഷ് വർഗീസ് സാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ടീച്ചേഴ്സ് നോൺ ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂളിൻ്റെ 22ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ വളരെ വിശദമായി കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സ്കൂൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ കാണിക്കുകയുണ്ടായി. അക്കാഡമിക് തലത്തിൽ മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റികളുമെല്ലാം നമ്മുടെ കുട്ടികൾ പുലർത്തിയ വിജയങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ നോക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികൾ നടത്തി നമ്മുടെ 22ാമത്തെ വാർഷികം വളരെ എനർജറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ അതിനകത്ത് ഒന്ന് കണ്ണോടിച്ച നമ്മുടെ കുട്ടികൾ രാവിലെ മുതൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളെ അവര് ഒരു പുതിയ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചില തെളിവുകളാണ് അവരുടെ കലാപരിപാടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് സ്വീകാര്യമായ ലാംഗ്വേജ് നമ്മുടെ മാതൃഭാഷ മലയാളം മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളുടെയും വിദേശ രാജ്യങ്ങളുടെയും കൊറിയയും ഫ്രാൻസും അടക്കമുള്ള പാട്ടുകളും അവിടെ കലാപ്രകടനവും ഒക്കെ നമ്മുടെ കുട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വിശാലമായ ലോകം അവരെ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ലോകം തന്നെ അവരുടെ കൈക്കുള്ളിലായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഗവൺമെന്റും ഒക്കെ വളരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 10-15 വർഷത്തിനുള്ളിൽ ലോകത്തുള്ള മറ്റു കുട്ടികളുമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ കിടപിടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമയത്തുണ്ടായിരിക്കണം. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ഒക്കെ പഠിച്ചു വന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഒരുപക്ഷെ മാറാൻ വരുന്ന 5 വർഷത്തിനുള്ളിൽ മാറും. അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അങ്ങനെ ട്രഡീഷണൽ വിദ്യാഭ്യാസം കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മറ്റു രാജ്യത്തെ കുട്ടികളുമായിട്ട് മത്സരിക്കാനോ ഒന്നും കഴിയത്തില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗമൊക്കെ ഗവൺമെന്റ് ആലോചിച്ച് പൊളിച്ചെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന ബിരുദ കോഴ്സുകളടക്കം ഔട്ടാവുകയാണ്. ഇനി 4 വർഷത്തെ ഡിഗ്രി കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഡോക്ടറേറ്റും അതുപോലെ കോളേജ് അധ്യാപകരും ഒക്കെ ആയി മാറാൻ പറ്റും. ഒരുപക്ഷെ ഉന്നത സ്ഥലങ്ങളിൽ അത്തരം അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പോകുന്നത് നമ്മുടെ കരിക്കുലമാണ്. അതായത് കരിക്കുലത്തിൽ മാറ്റം വന്നാൽ മാത്രമേ വിദേശ കുട്ടികളുമായിട്ട് നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പല കാര്യങ്ങൾ ജോലിക്കും പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ പഠിച്ച ഡിഗ്രിയും PG ഒന്നും അവിടെ സ്വീകരിക്കത്തില്ല.
അവരുടെ കോഴ്സ് 1-2 വർഷം പഠിച്ചാൽ മാത്രമേ ആ യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഗവൺമെന്റ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ നമ്മുടെ മാൻ പവറിലാണ് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം അത്തരം കോഴ്സുകളൊക്കെ നമ്മുടെ രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് താഴെ തട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സമയമെടുക്കുന്നതുകൊണ്ടായിരിക്കാം മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വരുന്ന 5 വർഷവും 10 വർഷവും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇവിടെ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ സൃഷ്ടിച്ച ഒരു ടീച്ചർ അവർ നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ 2-3 വർഷം കഴിയുമ്പോൾ ടീച്ചേഴ്സും അടക്കം ടീച്ചേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും ഒക്കെ കടന്നു വരികയാണ്. അതായത് വരുന്ന 15, 20, 25 കാലഘട്ടം ആകുമ്പോഴത്തേക്ക്, വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ലോകോത്തര നിലവാരമുള്ള സ്കിൽ എഡ്യൂക്കേഷൻ നേടിയ ബുദ്ധിയും കഴിവും വൈദഗ്ധ്യമുള്ള കുട്ടികളായി മാറിയിരിക്കുന്നു. 2036 ഇന്ത്യ ലക്ഷ്യമിടുന്ന ഇന്ത്യ ഒളിമ്പിക്സ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സ്കൂളുകളിലും ഇനി കൂടുതൽ ഒരുപക്ഷെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് സംബന്ധമായ കഴിവായിരിക്കാം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ മാറി നിൽക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളെ സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത്. അതിൻ്റെ ദോഷമെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇന്ന് സമൂഹത്തിൽ 60% ആളുകളിലും അസുഖങ്ങളും BP, കൊളസ്ട്രോളും അടക്കം അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ ആരോഗ്യമുള്ള, മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള യുവാക്കളായി മാറുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ സ്പോർട്സിൽ അവരുടെ കുട്ടികൾ എത്രമാത്രം മികവാർന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം, ഒളിമ്പിക്സ് നടക്കുമ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ഇത്തരം രംഗങ്ങളിൽ മുൻപന്തി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സ്കൂൾ തന്നെ ആ ഒളിമ്പിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ബാസ്കറ്റ് ബോൾ. ഇവിടെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും അടക്കം നമ്മുടെ കുട്ടികൾ അത് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷൂട്ടിംഗ് അടക്കം, കരാട്ടെ, ഇതെല്ലാം സ്പോർട്സിന്റെ ഒളിമ്പിക്സിനകത്തുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഏറ്റവും അഭിനന്ദനം നൽകേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മുടെ സ്കൂൾ ക്യാമ്പസിലേക്ക് കുട്ടികളെ അയക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു പ്രതിഫലം, റിസൾട്ട് കഴിഞ്ഞ 14 ബാച്ചുകൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിരവധി കുട്ടികൾ ഇവിടെ കിട്ടാനുള്ളത് ഒരുപക്ഷെ സിവിൽ സർവീസ് മാത്രമേ ഉള്ളൂ. അതിന് പോലും നമ്മുടെ മിടുക്കരായ കുട്ടികൾ പരിശ്രമം നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എവിടെയൊക്കെയുണ്ടോ, IIT അടക്കമുള്ള, നീറ്റ് അടക്കമുള്ള, എയിംസ് അടക്കമുള്ള, ഐസർ എന്ന് വേണ്ട എല്ലാ ഉന്നത രംഗങ്ങളിലും ഈ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും ഈ 22ാമത്തെ വാർഷികം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ മധുരതരമായ ഒത്തിരി ഓർമ്മകൾ പകർന്നു നൽകുന്നതാണ്. അതിൻ്റെ ഒരു വിശാലമായ റിപ്പോർട്ടാണ് കുറച്ചു മുമ്പ് നിങ്ങളെല്ലാം ഈ സ്ക്രീനിലൂടെ നോക്കേണ്ടത്. ഇവിടെ എത്തിയ എല്ലാ രക്ഷിതാക്കൾക്കും, ചീഫ് ഗസ്റ്റുകൾക്കും, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.